ശ്രീ ജോർജ് ജോസഫ്, അങ്ങേക്ക് പോകാൻ തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഒരു മകൻ ലഹരിക്കടിപ്പെടുന്നു എന്ന് കണ്ടയുടൻ, അറിഞ്ഞയുടൻ അവനെ ചേർത്തു പിടിച്ച് സംസാരിച്ച് ആ തീരുമാനത്തിൽ നിന്ന് മകനെ പിന്തിരിപ്പിക്കുന്നു. എന്നിട്ട് അവനിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ പോലീസിന് മുന്നിൽ തുറന്നു പറയാൻ തയ്യാറെന്ന് ആ അച്ഛൻ പറയുന്നു. ഒപ്പം നിന്ന്, പോലീസിനൊപ്പം നിന്ന് ഈ സംവിധാനങ്ങളെ തച്ചുടയ്ക്കാൻ ഞാനുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നു. നോക്കൂ, തെരുവുകളിൽ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അനായാസം ലഹരി വസ്തുക്കൾ കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. അതായത് ഇവിടെ ശക്തമായൊരു വിതരണ ശൃംഖലയുണ്ട്. പ്രശ്നം നമ്മുടെ സംവിധാനത്തിൻ്റെതാണ്. തീർച്ചയായിട്ടും അതെ, നമ്മുടെ സംവിധാനത്തിൻ്റെ തന്നെ. ഏതായാലും വിഷ്ണുപുരം ചന്ദ്രശേഖരനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം അത് മാതൃക കാണിച്ചിരിക്കുന്നു. സ്വന്തം മകനെ ഇത് ഡ്രഗ്സ് കേസിനകത്ത് സംശയിച്ച് പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പം പോലീസിൻ്റെ ഒപ്പം നിന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. സാധാരണ അപ്പനും അമ്മയും കുട്ടിയുടെ ഭാഗം നിന്ന് പോലീസിനെ ചീത്ത വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. ആ ചെറുക്കൻ ഇങ്ങനെ പറ്റിപ്പോയി മകനെ, അതുകൊണ്ട് അത് തെറ്റാണെന്ന് ബോധ്യമുള്ള പിതാവ് പോലീസിനൊപ്പം തീർന്നു. അതേ സമയത്ത് അവനെ ഉപേക്ഷിച്ചില്ല, അവനെ ചേർത്ത് പിടിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ഞാൻ അഭിനന്ദിക്കുന്നത് അതുകൊണ്ടാണ്. ആ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അവനെ 2 മണിക്കൂർ സംസാരിച്ച് ആ മകനെ ചേർത്ത് വെച്ച് അവൻ്റെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ വീണ്ടും ചിലപ്പം പോകാം, സാരമില്ല. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മകൻ്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മകൻ നല്ല ട്രാക്കിലേക്ക് സഞ്ചരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് നമുക്കറിയാം, ഇവിടെ ഒരു നേതാവിൻ്റെ കൊച്ചിങ്ങനെ ഒരു ഡ്രഗ്സ് കേസിനകത്തെങ്ങാണ്ട് വന്നു, എന്തോ ആയിക്കോട്ടെ, അത് പിടിച്ച ആ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിട്ട് അവരെ പണിഷ് ചെയ്യാൻ പോകുന്ന, അവരെ ത്രട്ടൻ ചെയ്യാൻ പോകുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടു. ഈ 2 മാതാപിതാക്കളെ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാരണം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്തു എന്നുള്ളതാണ്. പോലീസിനെ പഴി പറയാൻ പോയില്ല, അവരുടെ ഒപ്പം നിന്ന് മകൻ കാണിച്ച തെറ്റാണ്, അവനോട് അത് തെറ്റാണെന്ന് പറഞ്ഞു, അവനെ ബോധ്യപ്പെടുത്തി, 2 മണിക്കൂർ അവനോട് സംസാരിച്ചെന്ന് പറഞ്ഞു, അവനെ ചേർത്ത് നിർത്തി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികൾ ഇതുപോലെ കാണിച്ചിട്ട് നമ്മുടെ മാനവും അഭിമാനമൊക്കെ പോകും എന്നൊന്നും കരുതരുത്. തെറ്റ് തെറ്റായിട്ട് തന്നെ അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കും വേണം, മാതാപിതാക്കൾക്കും വേണം. അത് അങ്ങനെ കണ്ടുപിടിച്ച അത് നമ്മുടെ കുട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്, അത് നമ്മൾ അറിഞ്ഞത് നന്നായി എന്നാണ് ചിന്തിക്കേണ്ടത്. അതുപോലെ സ്കൂളിൽ അങ്ങനെ ആരെങ്കിലും മാതാപിതാക്കളുടെ അടുത്ത് വിവരം അറിയിച്ചാൽ അവിടെ പോയി ബഹളം ഉണ്ടാക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനല്ല അതിന് വേണ്ട. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് വിഷ്ണുപുരം കാണിച്ചത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്ത് അധ്യാപകർ വാശി കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ പറയുന്നതല്ല, അവനിങ്ങനെ ഒരു കൂട്ടുകെട്ടിനതിൽ ഇങ്ങനെ ഡ്രഗ്സ് അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയം തോന്നിയിട്ടാണ് മാതാപിതാക്കൾ. അവർ ടീച്ചർമാരെ പഴി പറയരുത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ വെരിഫൈ, അവനെ അതിൽ നിന്ന് പിന്മാറ്റി വിടാനുള്ള ശ്രമം ടീച്ചർമാരുടെ ഒപ്പം നിന്നുമാണ് ചെയ്യേണ്ടത്. സ്കൂളുകളിലെല്ലാം നമുക്കറിയാം, കുട്ടികൾ പലരും ഒരു 10%, 15, 20% ഡ്രഗ്സിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് സ്കൂൾ കുട്ടികളെ എല്ലാവരും പീരിയോഡിക്കലായിട്ട് അവരുടെ ബാഗുകൾ ടീച്ചേഴ്സ് പരിശോധിക്കണം. പല സ്കൂളിലും അങ്ങനെ പരിശോധിക്കുന്നുണ്ട്. അത് പലർക്കും വലിയ വിഷമമായി പോയതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുമുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കണം. കാരണം ചെറിയ പ്ലാസ്റ്റിക് കവർ, വളരെ ചെറിയതിനകത്ത് അത് ഉപ്പ് പോലെയുള്ള ചെറിയ സാധനം, അത് ഒരു ഗ്രാം MDMAക്ക് 12,500 രൂപ വരെ വിലയുള്ള സാധനമാണത്. അതുകൊണ്ട് അങ്ങനെയാണ് സ്കൂളിലും കോളേജിലുള്ള കുട്ടികൾ. ഇത് നമ്മൾ വായിലോട്ടങ്ങ് ഇട്ടാൽ മതി, അപ്പം തന്നെ അടുത്തങ്ങ് പൊക്കോളും. അത് ഉപ്പുകല്ല് പോലെ ഇരിക്കുന്ന ഈ ചെറിയ സാധനം കുഞ്ഞ് പ്ലാസ്റ്റിക് പാക്കറ്റിലാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് അത് MDMA ആണ്. അതുകൊണ്ട് സ്കൂളും അധികൃതർ എല്ലാ കുട്ടികളുടെയും ബാഗ് കമ്പൽസറി ആയിട്ട് പരിശോധിക്കണം. അതിനകത്ത് ചെറിയ ചെറിയ പാക്കറ്റ് അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ ആ കുട്ടി ഡ്രഗ്സിലേക്ക് തന്നെയാണ്, യാതൊന്നും സംശയിക്കേണ്ടതില്ല. അത് തീർച്ചയായിട്ടും അവനെ ചോദ്യം ചെയ്ത് പതുക്കെ അവനെ അതിന് പിന്മാറ്റി വിടുകയും അതോടൊപ്പം തന്നെ അത് കിട്ടിയ സോഴ്സ് എന്താണെന്ന് കണ്ടെത്തി പോലീസിലേക്ക് പറയുകയും ചെയ്യണം. ഇവിടെ നമുക്കറിയാം, നമ്മുടെ പല വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ കൺട്രികളിൽ പലയിടത്തും ഈ ഡ്രഗ്സിൻ്റെ ആധിപത്യം വന്നതുകൊണ്ട് അവിടുത്തെ ഞാൻ സിംഗപ്പൂരും മറ്റിടത്തുമൊക്കെ ടീച്ചേഴ്സ് ഇൻ്റർവെൽ സമയത്ത് ആ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ബാത്റൂമിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്.
കാരണം ടീച്ചേഴ്സ് ആ സമയത്താണ് ഇത് കൈമാറ്റം ചെയ്യുകയും ടേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളുടെ ബാത്റൂമിൻ്റെ അവിടെ ലേഡി ടീച്ചേഴ്സും ആൺകുട്ടികളുടെ ബാത്റൂമിൻ്റെ അവിടെ പുരുഷന്മാരായ ടീച്ചേഴ്സും അവർ ടേൺ വെച്ച് ഓരോ ദിവസവും ഇങ്ങനെ മാറി നിൽക്കും. കാരണം അവിടെ വെച്ചാണ് ഇത് കൈമാറ്റം ചെയ്യുകയും കൊടുക്കപ്പെടുകയും ചെയ്യുന്നത്. അതുപോലെ സ്കൂളുകളിലേക്ക് പല ആൾക്കാരും കടന്നു വരുന്നുണ്ട്. 8ലും 9ലും 10ലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വരുമാനം കിട്ടാൻ ഇത് വിറ്റ് കൊടുത്താൽ നല്ല പൈസ കിട്ടും. ഇത് ആരും അറിയില്ല. അതുകൊണ്ട് ഇത് പല സ്കൂളുകളിലും കോളേജുകളിലും തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. നമുക്ക് ഏതായാലും അങ്ങനെയുള്ള സംശയം തോന്നുന്ന കുട്ടികളെ ഏതായാലും സ്നേഹമായിട്ട് വിളിച്ച് അതിന് കിട്ടിയ സോഴ്സ് എവിടെ നിന്ന് കിട്ടി അത് പോലീസിന് അയച്ച് പറഞ്ഞു കൊടുത്ത് അത് പിടിപ്പിക്കണം. അതുകൊണ്ട് അധ്യാപകർ നല്ലൊരു റോൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. മാതാപിതാക്കൾ അധ്യാപകർ പറയുന്നത് കേട്ടിട്ട് അവരോട് ഒരു കലുഷ്യമൊന്നും തോന്നേണ്ട ആവശ്യമില്ല. അതുങ്ങൾ നമ്മുടെ കുട്ടികളുടെ മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. രണ്ടുപേരും ഒത്തൊരുമിച്ച് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രവർത്തിച്ച് നമുക്ക് ആ കുട്ടികളെ നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കേണ്ടത്. ശ്രീമതി മീര ഹരികൃഷ്ണൻ, നമ്മുടെ പഴയ കാലത്തൊക്കെ ഈ കുട്ടികളുടെ ചിന്ത, പ്രവർത്തനം, അതിനെയൊക്കെ പരിപോഷിപ്പിക്കാൻ അവർക്ക് തന്നെ അവസരം കൊടുക്കുന്ന, പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രക്ഷകർതൃ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അവർക്കത് നൽകിയാൽ വരാനിരിക്കുന്നത് എന്ത് എന്ന ആശങ്ക അതേ രക്ഷാകർത്താക്കൾക്ക് ഉണ്ട് താനും. അതായത് ഈ സർഗാത്മകത എന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ രക്ഷിതാക്കൾ നേരാം വിധം ശ്രമിക്കുന്നില്ലെന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതായത് മത്സരം മാത്രം മതി, അതൊരു ഉത്സവമായി കാണണ്ട എന്ന തലത്തിലേക്ക് രക്ഷാകർത്താക്കൾ കുട്ടികളെ ആ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അതെ, ആദ്യം തന്നെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ആ എടുത്ത നിലപാടുകളോട് വളരെ സന്തോഷം അറിയിക്കുകയാണ്. ഇന്നത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജോർജ് സാർ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ദിവസം എന്റെ കൂടെയുള്ള ഒരു അധ്യാപിക അവര് നേരിട്ട ഒരു അനുഭവമാണ്. സിഗരറ്റ് വലിക്കുന്നു എന്ന് സംശയം തോന്നിയ ഒരു 8ാം ക്ലാസ്സുകാരന്റെ വിവരം രക്ഷിതാവിനെ വിളിച്ചു വരുത്തി. അത് വിളിച്ചു വരുത്തുമ്പോൾ പോലും അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞപ്പോൾ പോലും വളരെ സമയമെടുത്ത് ദിവസങ്ങളോളം എടുത്തതിന് ശേഷമാണ് ആ സ്കൂൾ വരെ ഒന്ന് എത്തിച്ചേർന്നത്. പലപ്പോഴും ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നവും അത് തന്നെയാണ്. ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രക്ഷിതാക്കളെ നമുക്കൊന്ന് ലഭ്യമാകുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മാറ്റങ്ങൾ വരുത്തുന്നതിൽ അവിടെ ഒരു പോരായ്മ ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ രക്ഷിതാവിനെ വിളിച്ചു വരുത്തുകയും ഇത് വളരെ സ്നേഹത്തോടെ കൂടെ തന്നെ ആ അധ്യാപിക ഇത് ഇവരോട് സൂചിപ്പിച്ചു, നിങ്ങൾ ഇടയ്ക്കൊന്ന് ബാഗൊക്കെ ഒന്ന് പരിശോധിച്ചോണം. നമുക്കിപ്പം മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എങ്കിലും കുട്ടി അറിയാതെ, അവനെ ഇൻസൾട്ട് ചെയ്യാതെ ഇത് ഇടയ്ക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചോണം, ചെറിയൊരു സംശയമുണ്ട്. പക്ഷെ വളരെ സ്നേഹത്തോടെ പ്രതീക്ഷിക്കുന്നതിന് എതിരായിട്ടാണ് ആ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പേരന്റ് വളരെ മോശമായിട്ട് എഴുന്നേറ്റ് നിന്ന് ടീച്ചറിനോട് വളരെ ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്. എന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് ആ അധ്യാപിക ഈ വിവരം നമ്മളോട് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രക്ഷിതാക്കള് ഇന്ന് സമൂഹത്തിൽ അധികമായിട്ടുണ്ട്. പിന്നെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരിയാണ്, പഴയ കാലത്ത് രക്ഷാകർതൃത്വം എന്ന് പറഞ്ഞാല്, രക്ഷിതാവ് എന്ന് പറഞ്ഞാല് ആധികാരികതയുള്ളതായിരുന്നു. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അല്ലെ പറഞ്ഞുകൊണ്ട് സ്വജീവിതം കൊണ്ട് കാണിച്ചുകൊണ്ട് ഒക്കെയാണ് കുട്ടികളിലേക്ക് അവര് അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് പലപ്പോഴും കുറെ അധികം ആളുകളിലെങ്കിലും അങ്ങനെ കുട്ടികൾക്കൊരു നല്ലൊരു റോൾ മോഡൽ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ഉള്ള സമയം ഇന്നത്തെ രക്ഷിതാക്കൾക്ക് കാണുന്നില്ല. ഇപ്പൊ തന്നെ അവരുടെ ഒരു തെറ്റ് കണ്ടാൽ തന്നെ ചിലപ്പോ അവര് അത് ഇടപെടുന്ന രീതി, ഈ പറഞ്ഞതുപോലെ കുട്ടിയെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് വലിച്ചടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ തല്ലിക്കെടുത്തുന്ന രീതിയിൽ. ശരിയാണ്, തെറ്റുകൾ പറ്റാം, അബദ്ധങ്ങൾ പറ്റാം, അതെല്ലാം മനുഷ്യ സഹജമാണ്. അവനെ സ്നേഹശാസനയോടെ നിർത്താനും അവന് കൊടുക്കേണ്ട കാര്യങ്ങൾ ദേഷ്യത്തോടെ ആണെങ്കിലും ഒരു രക്ഷിതാവെന്നുള്ള നിലയിൽ അവനെ തിരുത്തുന്നതിനോടൊപ്പം ചേർത്ത് നിർത്താൻ അവര് മറന്നു പോകുന്നു എന്നുള്ളതാണ്. പഴയ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എത്ര ദേഷ്യപ്പെട്ടാലും കാർക്കശ്യമുള്ളവരാണെങ്കിലും അതിനുശേഷം കുറെയെങ്കിലും ആ കുട്ടിയോടൊപ്പം ഇരുന്ന് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു സമയം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റേറിയൻ പേരന്റിങ്ങിന്റെ വഴിയിലോട്ടൂടെ കുറെ അധികം ആളുകൾ പോകുന്നുണ്ട്. അവിടെ ഒരു അധികാരം മാത്രമാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ
എനിക്ക് അധികാരം കാണിക്കാനുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് കുട്ടികളെ പലപ്പോഴും പലരും ട്രീറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ആ കുട്ടികൾ സമൂഹത്തിലെ എന്താണ് അന്നും ഇന്നും പുഴുക്കുത്തുകൾ സമൂഹത്തിലുണ്ട്. അവന് ഇറങ്ങി ചെല്ലാൻ പാകത്തിന് മോശമായ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോകുന്നത്. വളരെ സൂക്ഷിച്ചു വേണം. ഞാൻ സാറ് പറഞ്ഞതുപോലെ വളരെ നന്നായി നോക്കി വളർത്തുന്ന വീടുകളിലെ കുട്ടികളടക്കം വഴിതെറ്റി പോകാനുള്ള ഒരു സാധ്യത നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഈ ഒരു അതോറിറ്റേറിയൻ അധികാരം മാത്രം കാണിക്കുന്ന ഒരു രക്ഷിതാവിനെ കൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് അവരുടെ രക്ഷാകർതൃത്വം വളരെ കേമമാണ്, മെച്ചപ്പെട്ടതാണ് എന്നൊക്കെ തന്നെയാണ്. പക്ഷെ ആ ആധികാരികത നഷ്ടപ്പെടുത്തുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ കയ്യിൽ നിന്നും കൈമോശം വന്നു പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.